എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിയാസ്. നമ്മളിന്ന് സംസാരിക്കുന്നത്, നമ്മളിന്ന് വായിക്കുന്നത് ഡോക്ടർ ഉമാദത്തൻ്റെ പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകളിലെ 12ാമത്തെ അധ്യായമാണ്. ഒരു വിസ ഏജൻറ്റിൻ്റെ അന്ത്യം. ഇന്നും ഒരുപോലെ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിസ തട്ടിപ്പ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മരണം കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഞാനധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് ഇച്ചിരി കുറവാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വെൽക്കം ടു ദ വീഡിയോ. അധ്യായം 12, വിസ ഏജൻറ്റിൻ്റെ അന്ത്യം. കൊല്ലം പട്ടണത്തിനടുത്ത് 20 കിലോമീറ്റർ വടക്കായി ദേശീയപാത 47 കടന്നു പോകുന്ന ചെറു പട്ടണമാണ് കരുനാഗപ്പള്ളി. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസും പോലീസ് സ്റ്റേഷനും പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയ്ക്ക് അരികിലാണ്. അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന ശ്രീ വിജയൻ സമർത്ഥനും സത്യസന്ധനുമായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കരുനാഗപ്പള്ളിക്കാരനായ ഒരു വിസ ഏജന്റ് അച്ഛൻ കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായി. ബന്ധുക്കളുടെ പരാതിയിന്മേൽ വിജയൻ മാൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അയാളുടെ സൈക്കിൾ അവിടുത്തെ ഒരു ക്ഷേത്രക്കുളത്തിൽ നിന്ന് കിട്ടി. ഇതോടുകൂടി കേസന്വേഷണം ഊർജിതമായി. അച്ഛൻ കുഞ്ഞിന് ജീവഹാനി സംഭവിച്ചു കാണുമെന്ന് വിജയന് തോന്നി. അദ്ദേഹം അച്ഛൻ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വിശ്വസ്തരായ പോലീസുകാരെ നിയോഗിച്ചു. അച്ഛൻ കുഞ്ഞിനെ കാണാതായതിൻ്റെ തലേ ദിവസം അയാൾ രാജൻ എന്നൊരാളുമായി സ്ഥലത്തെ ചന്തയിൽ വെച്ച് സംസാരിക്കുന്നത് ചിലർ കണ്ടിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ വിജയന് വിവരം കിട്ടി. രാജൻ ആയിടെ സൗദി അറേബ്യയിൽ നിന്നും നാട്ടിൽ മടങ്ങിയെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ അധിക നാൾ സൗദിയിൽ ജോലി നോക്കിയിട്ടില്ല എന്നും അറിയാൻ കഴിഞ്ഞു. അച്ഛൻ കുഞ്ഞാണ് രാജന് വിസ നൽകിയെന്ന് സി ഐ വിജയന് മനസ്സിലായി. രാജനോടൊപ്പം സൗദിയിൽ പോയിട്ട് വൈകാതെ നാട്ടിൽ തിരിച്ചെത്തിയ ചിലരിൽ നിന്നും അവിടെ അവർക്ക് നേരിട്ട തിക്താനുഭവങ്ങളെക്കുറിച്ചും ഇൻസ്പെക്ടർ മനസ്സിലാക്കി. നല്ല ജോലിയും ശമ്പളവും വാഗ്ദാനം ചെയ്തുവെങ്കിലും രാജനുൾപ്പെടെ പലവർക്കും അതൊന്നും ലഭിക്കുകയുണ്ടായില്ല. ഉള്ള സമ്പാദ്യവും കടം വാങ്ങിയ പണവും ഒക്കെ കൊടുത്തു നേടിയ വിസ വ്യാജമായിരുന്നു എന്ന് മനസ്സിലാക്കിയത് സൗദിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ്. സ്വാഭാവികമായും രാജന് അച്ഛൻ കുഞ്ഞിനോട് വൈരാഗ്യം തോന്നിയിരിക്കണം. രാജനെ ചോദ്യം ചെയ്തെങ്കിലും അയാളിൽ നിന്നും ഉപയോഗപ്രദമായ വിവരം ഒന്നും ലഭിച്ചില്ല. അച്ഛൻ കുഞ്ഞുമായി വീണ്ടും വിസ ലഭിക്കുന്നതിനെ കുറിച്ചാണ് താൻ സംസാരിച്ചത് എന്നായിരുന്നു രാജന്റെ ഭാഷ്യം. അച്ഛൻ കുഞ്ഞ് തൻ്റെ വീട്ടിൽ വന്നിട്ടേയില്ല എന്ന് അയാൾ ഇൻസ്പെക്ടറോട് പറഞ്ഞു. എന്നാൽ അച്ഛൻ കുഞ്ഞിൻ്റെ സ്നേഹിതനായ രാമൻകുട്ടിയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വിവരം പോലീസിന് ലഭിച്ചു. അച്ഛൻ കുഞ്ഞിനെ കാണാതായതിൻ്റെ തലേന്ന് വൈകുന്നേരം രാമൻകുട്ടി ടൗണിൽ വെച്ച് അയാളെ കണ്ടിരുന്നു. സംഭാഷണ മധ്യേ രാമൻകുട്ടിയോട് തന്നെ അന്ന് രാജൻ വീട്ടിലേക്ക് ഭക്ഷണവും മദ്യവും കഴിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടെന്ന് അയാൾ പറഞ്ഞിരുന്നു. ചോദ്യം ചെയ്തപ്പോൾ രാജൻ കുറ്റം നിഷേധിച്ചെങ്കിലും പോലീസ് പിന്തിരിഞ്ഞില്ല. ആ ദിശയിൽ തന്നെ അന്വേഷണം തുടർന്നു. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അയാൾ തന്നെ ആയിരിക്കും അച്ഛൻ കുഞ്ഞിനെ വകവരുത്തിയതെന്ന് പോലീസ് അനുമാനത്തിലെത്തി. പക്ഷേ മൃതശരീരമോ അതിൻ്റെ ഭാഗങ്ങളോ കണ്ടുകിട്ടാതെ കൊലപാതകം നടന്നു എന്ന് തെളിയിക്കുവാൻ പ്രയാസമാണ്. നിയമത്തിൽ ഈ തെളിവ് കോർപ്പസ് ഡിലിക്റ്റി അഥവാ ബോഡി ഓഫ് ദി ക്രൈം എന്ന് അറിയപ്പെടുന്നു. ഇന്ത്യയിലെ നിയമം അനുസരിച്ച് ശവശരീരം കിട്ടിയില്ലെങ്കിലും കൊലപാതകം നടന്നുവെന്ന് അവിതർക്കമായി തെളിയിക്കണം. അന്വേഷണത്തിന്റെ ഭാഗമായി ഇൻസ്പെക്ടർ വിജയൻ രാജന്റെ വീടിന് സമീപം സംശയം തോന്നിയ ഇടങ്ങളിലൊക്കെ കുഴിച്ചു നോക്കുകയും ചെയ്തു. ഇത്രയും ആയപ്പോഴേക്കും കേസിന് തുമ്പുണ്ടായില്ല എന്ന് നാട്ടുകാരുടെ പരാതി ഉയർന്നു. അങ്ങനെ കേസ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് വിട്ടു. DGP ആയി റിട്ടയർ ചെയ്ത ശ്രീ ജോൺ മത്തായി ആയിരുന്നു അന്നത്തെ ക്രൈംബ്രാഞ്ച് DIG. അദ്ദേഹം കേസിന്റെ അന്വേഷണ ചുമതല DYSP ശ്രീ മുഹമ്മദ് ഖാനെ ഏൽപ്പിച്ചു. കേരള പോലീസിലെ അതിസമർത്ഥനും സത്യസന്ധനും കർമ്മകുശലനുമായ ഖാൻ സാഹിബ് അന്വേഷണത്തിനായി സഹപ്രവർത്തകരോടൊപ്പം കരുനാഗപ്പള്ളിയിലെ ഒരു ലോഡ്ജിൽ ക്യാമ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രത്യേകത കേസുണ്ടായ സ്ഥലത്തു തന്നെ താമസിച്ച് അന്വേഷണം നടത്തുക എന്നതായിരുന്നു. ഇൻസ്പെക്ടർ വിജയൻ നടത്തിയ അന്വേഷണത്തിന് വിവിധ വശങ്ങൾ മനസ്സിലാക്കിയ ശേഷം ഖാൻ നടത്തിയ അന്വേഷണത്തിൽ രാജനെ സംശയിക്കത്തക്ക നിരവധി തെളിവുകൾ കിട്ടി. രാമൻകുട്ടിയെ കൂടാതെ മറ്റൊരു സ്നേഹിതരോടും താൻ രാജന്റെ വീട്ടിൽ വിരുന്നു പോകുന്നുവെന്ന് അച്ഛൻ കുഞ്ഞ് പറഞ്ഞിരുന്നു.
രാജന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ അച്ഛൻ കുഞ്ഞ് സൈക്കിളിൽ പോകുന്നതായി കണ്ടുവെന്ന് വേറൊരു സാക്ഷിയും മൊഴി നൽകി. എന്നാൽ രാജന്റെ വീട്ടിൽ നിന്നും അച്ഛൻ കുഞ്ഞ് തിരിച്ചു പോകുന്നത് ആരും കണ്ടിട്ടില്ല. ആ രാത്രിക്ക് ശേഷം അയാളെ ആരും ജീവനോടെയും കണ്ടിട്ടില്ല. മുഹമ്മദ് ഖാനും രാജനെ ചോദ്യം ചെയ്തെങ്കിലും ഒരു മുൻ സൈനികനായ അയാളിൽ നിന്നും കുറ്റസമ്മതം ലഭിച്ചില്ല. മർദ്ദന മുറകളിലൊന്നും വിശ്വസിക്കാത്ത ഖാൻ ബുദ്ധിപരമായ ചില നടപടികൾ സ്വീകരിച്ചു. കൊല നടന്നിട്ടുണ്ടെങ്കിൽ അത് രാജന്റെ വീട്ടിൽ തീർച്ചയായും അയാളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അറിവുണ്ടായിരിക്കണമല്ലോ. കുട്ടികളിൽ നിന്നും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. എന്നാൽ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ അച്ഛൻ കുഞ്ഞ് രാജന്റെ വീട്ടിൽ ചെന്നിരുന്നതായും അവർ ഇരുവരും അവിടെ വെച്ച് മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തുവെന്നുള്ള വിവരം ലഭിച്ചു. രാജന്റെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ അടുത്ത മുറിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഖാന്റെ അന്വേഷണ സംഘത്തിലെ ഒരാളോട് തന്റെ ഭാര്യയെ ഉപദ്രവിക്കരുതെന്നും സത്യമെല്ലാം താൻ ഡിവൈഎസ്പിയോട് പറയാമെന്നും രാജൻ പറഞ്ഞു. പിന്നീട് നടന്നത് അയാളുടെ കുറ്റസമ്മതമായിരുന്നു. അച്ഛൻ കുഞ്ഞിനോടുള്ള പകയാണ് രാജനെ കൊലപാതകം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ് രാജൻ സൗദിയിലേക്ക് പോയത്. അവിടെ ഉണ്ടായ ദുര്യോഗങ്ങൾക്കെല്ലാം കാരണം അച്ഛൻ കുഞ്ഞാണെന്ന് അയാൾ കരുതി. എന്നാൽ അച്ഛൻ കുഞ്ഞ് വിസ കച്ചവടത്തിലെ ചെറിയ കണ്ണി മാത്രമായിരുന്നുവെന്നും യഥാർത്ഥ തട്ടിപ്പുകാർ മറ്റു ചിലരാണ് എന്നുള്ള യാഥാർത്ഥ്യം രാജൻ മനസ്സിലാക്കിയിരുന്നില്ല. അച്ഛൻ കുഞ്ഞിനെ രാജൻ സ്വന്തം വീട്ടിലേക്ക് സൽക്കാരത്തിനായി ക്ഷണിച്ചു. മദ്യപിച്ച് സ്വബോധം നഷ്ടപ്പെട്ട അയാളുടെ കഴുത്തിൽ രാജൻ ചാരുകസേരയുടെ തുണി കൊണ്ട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊന്നു. ശവം സ്വന്തം പുരയിടത്തിൽ ഒരു വയലിനോട് ചേർന്ന ഭാഗത്ത് കുഴിയെടുത്ത് മറവ് ചെയ്തു. അച്ഛൻ കുഞ്ഞിന്റെ സൈക്കിൾ അടുത്തുള്ള അമ്പലക്കുളത്തിൽ കൊണ്ടിട്ടു. രാജന്റെ കുറ്റസമ്മതം കേട്ടിട്ടും ഖാൻ സാഹിബിന് പരിപൂർണ വിശ്വാസമായില്ല. എക്സ്ഹ്യൂമേഷൻ നടത്താൻ തഹസീൽദാർ വന്നിട്ട് രാജൻ പറഞ്ഞ സ്ഥലത്ത് ശവം കണ്ടില്ലെങ്കിലോ എന്ന ആശങ്കയായിരുന്നു അദ്ദേഹത്തിന്. രാജൻ കാണിച്ചു കൊടുത്ത സ്ഥലം പരിശോധിച്ചപ്പോൾ തന്നെ ആ സ്ഥലത്തിന് ചില പ്രത്യേകതകൾ ഉള്ളതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ കുറേ ഭാഗത്ത് സസ്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവിടെ പുതിയ മണ്ണും കാണപ്പെട്ടു. രഹസ്യമായി മറവ് ചെയ്ത ശവം കണ്ടുപിടിക്കാൻ ഇപ്പോൾ നിരവധി ശാസ്ത്രീയ മാർഗങ്ങളുണ്ട്. ശവം മറവ് ചെയ്യാനായി മണ്ണ് കുഴിക്കുമ്പോൾ ആ ഭാഗത്തുള്ള കാന്തിക മണ്ഡലത്തിന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകും. മാഗ്നറ്റോമെട്രി എന്ന സങ്കേതം ഉപയോഗിച്ച് അത് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ മണ്ണ് കുഴിക്കുമ്പോൾ മണ്ണിന്റെ സാന്ദ്രതയ്ക്ക് വ്യത്യാസമുണ്ടാകും. ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന ഉപകരണത്തിന്റെ സഹായത്തോടുകൂടി അത്തരം സ്ഥലങ്ങൾ തിരിച്ചറിയാൻ കഴിയും. ഖാൻ സാഹിബിന്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ആ ഭാഗത്ത് അല്പം കുഴിച്ചു നോക്കിയപ്പോൾ അസഹനീയമായ ദുർഗന്ധം അനുഭവപ്പെട്ടു. ശവം അവിടെ തന്നെ കാണുമെന്ന് ഏതാണ്ട് തീർച്ചയായി. അല്പം കൂടി മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ശവത്തിലെ കൈവിരലുകൾ കാണപ്പെട്ടതോടുകൂടി ഡിവൈഎസ്പിക്ക് ആശ്വാസമായി. അടുത്ത ദിവസം തന്നെ എക്സ്ഹ്യൂമേഷൻ നടത്താൻ വേണ്ട നടപടികൾ പൂർത്തിയായി. DIG ശ്രീ ജോൺ മത്തായുടെ ക്ഷണമനുസരിച്ച് എക്സ്ഹ്യൂമേഷനിൽ സംബന്ധിച്ചത് ഡോക്ടർ ഉമാദത്തിനായിരുന്നു. ശവം മറവ് ചെയ്ത ഭാഗത്തെ മണ്ണ് നീക്കുന്തോറും ഖാൻ സാഹിബ് വല്ലാതെ മാനസിക സംഘർഷത്തിലായിരുന്നു. ഏതായാലും അധികം കുഴിക്കേണ്ടി വന്നില്ല. അച്ഛൻ കുഞ്ഞിന്റെ ചീഞ്ഞ വികൃതമായ ജഡം കണ്ടെടുത്തു. പ്രേത പരിശോധനയ്ക്കായി ഖാൻ സാഹിബ് കുഴിക്കരികിൽ തന്നെ ഒരു പന്തലും മേശയും മറ്റും ഒരുക്കിയിരുന്നു. ചീഞ്ഞ ശവത്തിൽ നിന്നും അസഹ്യമായ ദുർഗന്ധം വമിച്ചിരുന്നു. ആ കേസിലും ഭാഗ്യം ഡോക്ടർ ഉമാദത്തിന് തുണച്ചു. രാജൻ വരിഞ്ഞു മുറുക്കിയ ചാരുകസേരയുടെ തുണി അച്ഛൻ കുഞ്ഞിന്റെ കഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കഴുത്തിലെ നേർത്ത അസ്ഥികൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കഴുത്തിലേൽപ്പിച്ച ബലപ്രയോഗമാണ് മരണകാരണമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. ശവം ചീഞ്ഞു പോയതുകൊണ്ട് അച്ഛൻ കുഞ്ഞിന്റെ ഐഡന്റിറ്റി തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. അയാളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻലാർജ് ചെയ്ത് തലയോടിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള ഫോട്ടോയുമായി സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ ശവം അച്ഛൻ കുഞ്ഞിൻ്റെതാണെന്ന് തന്നെ തെളിയിക്കാനായി. അങ്ങനെ നീണ്ട ഒരു കുറ്റാന്വേഷണം വിജയകരമായി പര്യവസാനിച്ചു. ഡോക്ടർ ഉമാദത്തിൻ്റെ ഒരു പോലീസ് സർജൻ്റെ ഓർമ്മക്കുറിപ്പുകൾ എന്ന ബുക്കിലെ 12ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇത്രനേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.